എല്ലാവർക്കും നമസ്കാരം. ഓണം വന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളിക്ക് ആഘോഷത്തിൻ്റെ നാളുകളാണ്. പൂക്കളം, ഓണസദ്യ, കോടിയുടുക്കൽ, കളികൾ അങ്ങനെ പലതരം. പക്ഷെ ഇപ്പോഴും നമ്മൾ പലരോടും എന്താണ് ഓണം എന്ന് ചോദിച്ചാൽ നമ്മൾ മഹാബലിയുടെ കഥ പറയും. അത് കഴിഞ്ഞ് അത്തം പത്തിന് തിരുവോണം എന്നും പറയും. പക്ഷേ അത്തം മുതൽ 10 ദിവസം നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്താണ് ഈ അത്തം 10 ദിവസത്തിൻ്റെ പ്രത്യേകത? ഒന്നാം ഓണം, രണ്ടാം ഓണം, മൂന്നാം ഓണം, നാലാം ഓണം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഓണത്തിൻ്റെ ആഴത്തിലുള്ള എന്നാൽ വളരെ ലളിതവുമായ ചരിത്രവുമായ വിശേഷങ്ങളാണ്. വീഡിയോ മുഴുവനായി കാണുക. ആദ്യം തന്നെ ഓണത്തിൻ്റെ അടിത്തറയിലേക്ക് വരാം. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് അസുര രാജാവായ മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. മഹാബലിയുടെ ഭരണം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന വരികൾ നമ്മൾ കേട്ടിട്ടില്ലേ? അഹങ്കാരമില്ലാത്ത, കള്ളവും ചതിവുമില്ലാത്ത ഒരു കാലഘട്ടം. എന്നാൽ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം വിഷ്ണു ഭഗവാൻ വാമനാവതാരമെടുത്ത് മഹാബലിയിൽ നിന്ന് 3 അടി മണ്ണ് യാചിക്കുകയും മൂന്നാമത്തെ അടിക്ക് മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ശിരസിൽ കാൽ വെച്ച് പാതാളത്തിലേക്ക് അയക്കുന്നതിന് മുൻപ് വിഷ്ണു ഭഗവാൻ നൽകിയ വരമാണ് വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വരാമെന്ന്. ആ വരവിൻ്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അതോടൊപ്പം ഇതൊരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. കർക്കടകത്തിലെ വറുതി മാറി ചിങ്ങത്തിലെ സമൃദ്ധിയിലേക്ക് നമ്മൾ കടക്കുന്നതിൻ്റെ സന്തോഷം. ഇനി നമുക്ക് പ്രധാന ഭാഗത്തേക്ക് വരാം. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ ഓരോ ദിവസത്തിനെയും ഓരോ പ്രത്യേകതയുണ്ട്. ദിവസം 1 അത്തം. ഓണാഘോഷത്തിന് തുടക്കമിടുന്ന ദിവസം അന്നാണ്. വീട്ടുമുറ്റത്ത് പൂക്കളം ഇടാൻ തുടങ്ങുന്നതും അന്നാണ്. ആദ്യ ദിവസം ഒരൊറ്റ തരം പൂവ്, പ്രധാനമായും തുമ്പപ്പൂ ഉപയോഗിച്ച് ചെറിയൊരു വട്ടത്തിലാണ് പൂക്കളം ഇടുന്നത്. രണ്ടാം ദിവസം ചിത്തിര. പൂക്കളത്തിൽ രണ്ടാമത്തെ വരി പൂക്കൾ ചേർക്കുന്നു. വീടുകൾ വൃത്തിയാക്കുന്ന പണികൾ ഈ ദിവസങ്ങളിൽ സജീവമാകുന്നു. മൂന്നാം ദിവസം ചോതി. പൂക്കളത്തിൽ കൂടുതൽ നിറങ്ങളുള്ള പൂക്കളെത്തും. ഓണക്കോടി വാങ്ങാൻ ആളുകൾ വിപണിയിലേക്ക് ഇറങ്ങുന്ന സാധാരണ ഈ ദിവസമാണ്. നാലാം ദിവസം വിശാഖം. വിപണികൾ സജീവമാകുന്ന ദിവസം. ഓണസദ്യക്കുള്ള മുന്നൊരുക്കങ്ങളും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതുമൊക്കെ ഈ ദിവസത്തോടെ ആരംഭിക്കും. അഞ്ചാം നാൾ അനീഴം. കേരളത്തിൻ്റെ ജലോത്സവങ്ങളുടെ നാളാണത്. പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്കുള്ള വള്ളങ്ങൾ നീറ്റിലിറങ്ങുന്നതും പരിശീലനങ്ങൾ ഊർജിതമാകുന്നതും ഈ ദിവസത്തെ തുടർന്നാണ്. ആറാം ദിവസം തൃക്കേട്ട. ഈ ദിവസത്തോടെ പൂക്കളത്തിൻ്റെ വലിപ്പം വളരെ വലുതാകും. കൂട്ടുകുടുംബങ്ങളിലുള്ളവർ തറവാടുകളിലേക്ക് ഒത്തുചേരാൻ തുടങ്ങുന്നു. ഏഴാം ദിവസം മൂലം. തറവാടുകളിൽ ചെറിയ രീതിയിലുള്ള സദ്യകളും കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ആഘോഷങ്ങളും തുടങ്ങും. സദ്യയുടെ പ്രാഥമിക ഒരുക്കങ്ങൾ സജീവമാകുന്നു. എട്ടാം ദിവസം പൂരാടം. ഈ ദിവസമാണ് പൂരാട ഉണ്ണി എന്ന സങ്കല്പം വരുന്നത്. മാവേലിയെയും വാമനെയും സ്വീകരിക്കാനായി തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹങ്ങൾ, അതായത് മണ്ണുകൊണ്ടുണ്ടാക്കിയ പിരമിഡ് രൂപങ്ങൾ ഉണ്ടാക്കി പൂജിക്കാൻ തുടങ്ങുന്നു. ഒമ്പതാം ദിവസം ഉത്രാടമാണ്. ഇന്നാണ് ഒന്നാം ഓണം. ഇതിനെ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയും. നാളെ തിരുവോണമാണ്. അതിനു വേണ്ട അവസാനവട്ട സാധനങ്ങളും വാങ്ങാൻ ആളുകൾ നെട്ടോട്ടം ഓടുന്ന ദിവസമായതുകൊണ്ടാണ് ഈ പേര് വന്നത്. പത്താം ദിവസം തിരുവോണം. ഏറ്റവും പ്രധാനം. പുലർച്ചെ കുളിച്ച് കോടിയുടുത്ത് തൃക്കാക്കരയപ്പനെ പൂജിച്ച് വലിയ പൂക്കളമിട്ട് വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിച്ച് മഹാബലി തമ്പുരാനെ സ്വീകരിക്കുന്ന ദിവസം. പലർക്ക് സംശയമുള്ള കാര്യമാണ് എന്താണ് ഈ ഒന്നാം ഓണം, രണ്ടാം ഓണം, മൂന്നാം ഓണം, നാലാം ഓണം എന്ന്. ഒന്നാം ഓണം ഉത്രാടം, തിരുവോണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം. മഹാബലി നാടു കാണാൻ ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന ദിനം. രണ്ടാം ഓണം തിരുവോണം. ഇതാണ് പ്രധാന ഓണം.
മഹാബലി ഓരോ മലയാളിയുടെയും വീട്ടിൽ എത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവസം. മൂന്നാം ഓണം അവിട്ടമാണ്. തിരുവോണം കഴിഞ്ഞുള്ള ദിവസം ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല. തൃക്കാക്കരയപ്പന്റെ വിഗ്രഹങ്ങൾ പുഴയിലോ കിണറ്റിലോ ഒഴുക്കുന്ന ദിനമാണിത്. അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ് മാവേലി തമ്പുരാന് യാത്രയയപ്പ നൽകുന്നു. നാലാം ഓണം ചതയമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ദിനം കൂടിയാണ് ചതയം നാൾ. ഓണാഘോഷങ്ങളുടെ ഔദ്യോഗിക സമാപനമാണ് നാലാം ഓണം. പുലിക്കളി, കായിക മത്സരങ്ങൾ എന്നിവയൊക്കെ ഈ ദിവസങ്ങളിൽ നടക്കുന്നു. എന്താണ് തൃക്കാക്കരയപ്പൻ, അതായത് ഓണത്തപ്പൻ? ഓണനാളുകളിൽ വീട്ടുമുറ്റത്തെ പൂക്കളത്തിന് നടുവിൽ വെച്ച് പൂജിക്കുന്ന കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പിരമിഡ് ആകൃതിയിലുള്ള വിഗ്രഹങ്ങളെയാണ് തൃക്കാക്കരയപ്പൻ അല്ലെങ്കിൽ ഓണത്തപ്പൻ, മാദേവർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്തെന്നാൽ, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ആചാരം വന്നത്. പണ്ട് പെരുമാക്കന്മാരുടെ കാലത്ത് ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ നാട്ടുരാജാക്കന്മാരും പ്രജകളും തൃക്കാക്കര ക്ഷേത്രത്തിൽ ഒന്നിച്ചു ചേർന്ന് വലിയ ആഘോഷം നടത്തിയിരുന്നു. ഒരിക്കൽ പ്രജകൾക്ക് തൃക്കാക്കരയിലെത്താൻ കഴിയാതെ വന്നപ്പോൾ എല്ലാവരും സ്വന്തം വീടുകളിൽ തൃക്കാക്കരയപ്പൻ്റെ മൺവിഗ്രഹം ഉണ്ടാക്കി തൃക്കാക്കരയെ സങ്കല്പിച്ച് പൂജിക്കുവാൻ നിർദ്ദേശിച്ചു. സങ്കല്പം: തൃക്കാക്കരയപ്പൻ വാമനമൂർത്തിയാണ്, അതായത് മഹാവിഷ്ണുവാണ്. ഇതിനൊപ്പം മഹാബലിയെയും ചിലയിടങ്ങളിൽ ശിവനെയും സങ്കല്പിച്ച് ഒന്നിലധികം രൂപങ്ങൾ വെക്കാറുണ്ട്. ചടങ്ങ് എങ്ങനെയാണെന്ന് നോക്കാം. അരിമാവ് കൊണ്ട് കോലം വരച്ച് നാക്കിലയിലാണ് ഇവ പ്രതിഷ്ഠിക്കുന്നത്. പൂക്കളും അടയും, അതായത് ഓണത്തപ്പനുള്ള നൈവേദ്യവും അർപ്പിച്ച് കുടുംബാംഗങ്ങൾ ആർപ്പ് വിളിച്ച് മാവേലിയെയും തൃക്കാക്കരയപ്പനെയും സ്വീകരിക്കുന്നു. ഇനി ഓണത്തിൻ്റെ മറ്റൊരു പ്രാധാന്യമേറിയതാണ് വള്ളംകളി. പണ്ടുകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ചുണ്ടൻ വള്ളങ്ങൾ പിന്നീട് നമ്മുടെ ആഘോഷത്തിൻ്റെ ഭാഗമായതാണ്. നൂറിലധികം ആളുകൾ ഒരുമിച്ച് പാട്ടിൻ്റെ താളത്തിൽ തുഴയെറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒത്തൊരുമയുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ഓണത്തിൻ്റെ ഒരു മാധുര്യം. അപ്പോൾ സുഹൃത്തുക്കളെ, ഓണം എന്ന് പറയുന്നത് വെറുമൊരു അവധി ദിവസമോ സദ്യ കഴിക്കലോ മാത്രമല്ല. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ, നന്മയുടെ, സമത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുന്ന, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ച ഒരു നല്ല കാലത്തിൻ്റെ പ്രതീക്ഷ നൽകുന്ന ഒരാഘോഷമാണ് ഓണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഓണവിശേഷങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ന്യൂജൻ പിള്ളേരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.